Dear students, welcome to Learner's World. In this video, I'm going to talk about evolution of cinema, fundamentals of film studies, FAUGP, semester 5, BA English Language and Literature, Calicut University. എവല്യൂഷൻ ഓഫ് സിനിമയുടെ പരിണാമം ഇതാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഫിലിം സ്റ്റഡീസിൽ. അതിൽ വരുന്ന ടോപ്പിക്സുകളാണ് ബിഗിനിങ് ഓഫ് സിനിമ, ദ സൈലന്റ് ഇറ, ദ ടോക്കീസ്, കളർ ഫിലിം, ന്യൂ ഏജ്, ഡിജിറ്റൽ, OTT. ഓരോ ടോപ്പിക്സും വിശദമായിട്ട് നോക്കാം. ബിഗിനിങ് ഓഫ് സിനിമയുടെ തുടക്കം എങ്ങനെയായിരുന്നു? സിനിമ ബിഗാൻ ഇൻ ദ ലേറ്റ് 19th സെഞ്ച്വറി. ലേറ്റ് 19th സെഞ്ച്വറിയിലാണ് സിനിമയുടെ തുടക്കം. ദ ലൂമിയർ ബ്രദേഴ്സ് ഓഫ് ഫ്രാൻസ് ആർ കൺസിഡേർഡ് ദ പയനിയേഴ്സ് ഓഫ് സിനിമ. അപ്പോൾ ആദ്യകാലത്ത് സിനിമയുടെ തുടക്കക്കാർ എന്ന് പറയുന്നത് ദ ലൂമിയർ ബ്രദേഴ്സ് ആയിരുന്നു. ഓൺ 28 December 1895 ദ ഹെൽഡ് ദ വേൾഡ്സ് ഫസ്റ്റ് പബ്ലിക് ഫിലിം സ്ക്രീനിങ് ഇൻ പാരീസ്. അവർ 28 December 1895 ആദ്യമായിട്ട് ലോകത്തിലെ തന്നെ ഒരു പബ്ലിക് ഫിലിം സ്ക്രീൻ ചെയ്തു പാരീസിൽ വെച്ചിട്ട്. അതിൽ ഫസ്റ്റ് ഫിലിംസ് വർ വെരി ഷോർട്ട്, സൈലൻറ്റ് ആൻഡ് ഷോർട്ട് എവറിഡേ ലൈഫ്. തുടക്കത്തിലൊക്കെ ഫിലിം വളരെ ഷോർട്ടായിരുന്നു, ലെങ്ത്ത് കുറഞ്ഞിട്ടുള്ളതായിരുന്നു. അതോടൊപ്പം തന്നെ സൈലൻ്റ് ആയിരുന്നു, സൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല, നിശ്ചല ചിത്രമായിരുന്നു. അതുപോലെ എവറിഡേ ലൈഫ്, നിത്യജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളായിരുന്നു അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഗ്രാജ്വലി ഫിലിം മേക്കേഴ്സ് സ്റ്റാർട്ടഡ് ക്രിയേറ്റിംഗ് സ്റ്റോറീസ് ലീഡിങ് ടു ദ ബർത്ത് ഓഫ് മോഡേൺ സിനിമ. ക്രമേണയാണ് പിന്നീട് ആണ് ഫിലിം മേക്കേഴ്സ് സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത്, കഥകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അവിടെയാണ് ഒരു മോഡേൺ സിനിമയുടെ ജനനം എന്ന് പറയുന്നത്. ദെൻ ദ സൈലൻറ്റ് ഇറ 1895 to 1927 കാലഘട്ടങ്ങളിലൊക്കെ സൈലൻറ്റ് ഫിലിമായിരുന്നു, സൗണ്ട് ഉണ്ടായിരുന്നില്ല, നിശ്ചല ചിത്രങ്ങളുടെ കാലഘട്ടമായിരുന്നു അത്. ദ സൈലൻറ്റ് ഇറ റെഫേഴ്സ് ടു ദ പീരിയഡ് വെൻ ഫിലിംസ് ഹാഡ് നോ റെക്കോർഡഡ് ഡയലോഗ്. സൈലൻറ്റ് ഇറ എന്ന് പറയുന്നത് നിശ്ചല ചിത്രങ്ങളുടെ ഒരു കാലഘട്ടം. അതായത് ആ കാലഘട്ടത്തിൽ റെക്കോർഡഡ് ആയിട്ടുള്ള ഡയലോഗ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, വളരെ നിശബ്ദമായിട്ടുള്ള ഒരു ചിത്രങ്ങളായിരുന്നു. ആക്ടേഴ്സ് കമ്മ്യൂണിക്കേറ്റഡ് ത്രൂ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ബോഡി ലാംഗ്വേജ് ആൻഡ് ജസ്റ്റേഴ്സ്. അതിലെ ആക്ടേഴ്സ് ആശയവിനിമയം നടത്തുന്നത് ഫേഷ്യൽ എക്സ്പ്രഷൻസ്, അതായത് മുഖത്തിലുള്ള ഭാവങ്ങൾ ഉപയോഗിച്ച്, ബോഡി ലാംഗ്വേജ്, ജസ്റ്റേഴ്സ്, ആംഗ്യഭാഷയിലൂടെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ ചാർലി ചാപ്ലിൻ്റെ ദ കിഡൊക്കെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അതൊരു സൈലൻറ്റ് ഫിലിമിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ കഴിയും. റിട്ടൺ ടൈറ്റിൽ കാർഡ്സ് കോൾ ഇൻ്റെ ടൈറ്റിൽസ് വർ യൂസ് ടു എക്സ്പ്ലെയിൻ കോൺവെർസേഷൻസ് ഓർ ഇവൻറ്റ്സ്. അതുപോലെ സൈലൻറ്റ് ഫിലിമിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എഴുതിയിട്ടുള്ള ടൈറ്റിൽ കാർഡ്സ് ഉപയോഗിക്കുമായിരുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഇൻ്റർ ടൈറ്റിൽസ് എന്ന് പറയുന്നത്. അതായത് കോൺവെർസേഷൻസ് അല്ലെങ്കിൽ അതായത് എന്തെങ്കിലും ഡയലോഗ്സൊക്കെ റെക്കോർഡഡായിട്ട് പറയുന്നതിന് പകരം എഴുതി കാണിക്കുമായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങളെക്കുറിച്ചിട്ടൊക്കെ. മ്യൂസിക് വാസ് പ്ലേഡ് live in theatres by pianists or orchestras to create emotion and excitement. അതായത് ഇമോഷൻ, എക്സൈറ്റ്മെൻ്റൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് മ്യൂസിക് ലൈവായിട്ട് പ്ലേ ചെയ്യാറുണ്ടായിരുന്നു തിയേറ്ററിൽ, പിയാനിസ്റ്റും ഓർക്കസ്ട്രാസൊക്കെ. വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് സ്റ്റാർസ് ഓഫ് ദ സൈലൻറ്റ് ഇറ വാസ് ചാർലി ചാപ്ലിൻ. ഹിസ് ഫിലിം ദ കിഡ് ഇൻ 1921. അപ്പോൾ സൈലൻറ്റ് ഇറയിലെ നിശബ്ദ ചിത്രങ്ങളുടെ കാലഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ബെസ്റ്റ് ഉദാഹരണമാണ് ചാർലി ചാപ്ലിൻ്റെ ദ കിഡ് എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. നെക്സ്റ്റ് ദ ടോക്കീസ് 1927 ഓൺവാർഡ്സ്. ടോക്കീസ് 1927 മുതൽ ഉള്ളതാണ്. ദ ഇൻട്രൊഡക്ഷൻ ഓഫ് സൗണ്ട് ചേഞ്ച് സിനിമ ഫോർ എവർ. അതായത് ഇതുവരെ നമ്മൾ നിശബ്ദ ചിത്രങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ടോക്കീസ് ആയ സമയത്ത് സൗണ്ട്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി, ഡയലോഗ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഫിലിംസ് വിത്ത് സിങ്ക്രോണൈസ്ഡ് ഡയലോഗ് ബിക്കെയിം നോൺ ആസ് ടോക്കീസ്. ടോക്കീസ് എന്ന് പറഞ്ഞാൽ ഡയലോഗ്സ്, കോൺവെർസേഷൻസ്, നോർമൽ കോൺവെർസേഷൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി. ദ ഫസ്റ്റ് സക്സസ്ഫുൾ ടോക്കിംഗ് ഫിലിം വാസ് ദ ജാസ് സിംഗർ ഇൻ 1927. ആദ്യത്തെ സക്സസ്ഫുൾ ടോക്കിംഗ് ഫിലിമാണ് ദ ജാസ് സിംഗർ എന്ന് പറയുന്നത്. ആഫ്റ്റർ ദിസ് സൈലൻറ്റ് ഫിലിംസ് ക്വിക്ക്ലി ഡിസപ്പിയർഡ് ആൻഡ് സൗണ്ട് ബിക്കെയിം സ്റ്റാൻഡേർഡ് ഫീച്ചർ ഇൻ ഫിലിം മേക്കിംഗ്. അങ്ങനെ ടോക്കീസ് വന്നതോടുകൂടി സൈലൻറ്റ് ഫിലിംസൊക്കെ അപ്രത്യക്ഷമായി,
പിന്നീട് സിനിമകളിലൊക്കെ സൗണ്ട് നമുക്ക് കേൾക്കാൻ തുടങ്ങി. അതൊരു ഫിലിം മേക്കിങ്ങിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫീച്ചറായിരുന്നു സൗണ്ട് എന്ന് പറയുന്നത്. ദെൻ കളർ ഫിലിം. ഇതുവരെയൊക്കെ സിനിമ എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. ഇതോട് കൂടിയിട്ടാണ് കളർ ഫിലിംസിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. Early films were black and white. Later, filmmakers developed color film technology, making movies more attractive and realistic. തുടക്കത്തിലൊക്കെ ഫിലിംസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. പിന്നീട് ഫിലിം മേക്കേഴ്സ് കളർ ഫിലിം ടെക്നോളജി ഡെവലപ്പ് ചെയ്തു. സിനിമകളൊക്കെ കുറച്ചും കൂടെ ഓഡിയൻസിന് അട്രാക്റ്റീവായിട്ട് തോന്നി, കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടൊക്കെ പോർട്രേ ചെയ്യാൻ തുടങ്ങി. By the 1950s and 1960s, most commercial films were produced in color. 1950s ആൻഡ് 1960s ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഏകദേശം കൊമേഴ്ഷ്യൽ ഫിലിംസൊക്കെ കളറിലാണ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. നെക്സ്റ്റ്, ന്യൂ ഏജ് സിനിമ. ന്യൂ ഏജ് സിനിമ റെഫേഴ്സ് ടു മോഡേൺ ഫിലിം മേക്കിംഗ് ദാറ്റ് ഫോക്കസ് ഓൺ റിയലിസ്റ്റിക് സ്റ്റോറീസ്, സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് ഇന്നോവേറ്റീവ് ടെക്നിക്സ് റാദർ ദാൻ ഓൺലി കൊമേഴ്ഷ്യൽ എൻ്റർടൈൻമെൻറ്റ്. ന്യൂ ഏജ് സിനിമ എന്ന് പറയുന്നത് മോഡേൺ ഫിലിം മേക്കിംഗ് ആണ്. അതായത് അതിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോറീസ്, അതായത് ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ള കഥകൾ, സോഷ്യൽ ഇഷ്യൂസ്, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, അതുപോലെ ഇന്നോവേറ്റീവായിട്ടുള്ള ടെക്നിക്സുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ന്യൂ ഏജ് സിനിമ നിർമ്മിക്കുന്നത്. അതായത് ജസ്റ്റ് ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളതിന് ഉപരിയായിട്ട് ഒരു ന്യൂ ഏജ് സിനിമ, അതായത് മോഡേൺ ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങൾ, കഥകൾ ഒക്കെ സിനിമയിൽ ഉൾപ്പെടുത്തുക, സാമൂഹികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തുക, അതുപോലെ ഇന്നോവേറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള സ്പെഷ്യാലിറ്റീസൊക്കെ ന്യൂ ഏജ് സിനിമക്കുണ്ട്. ഫിലിം മേക്കേഴ്സ് ബിഗാൻ എക്സ്പെരിമെൻറ്റിംഗ് വിത്ത് ഡിഫറെൻറ്റ് സ്റ്റൈൽസ്, തീംസ് ആൻഡ് ക്യാരക്ടേഴ്സ്. ഈ ഒരു ന്യൂ ഏജ് സിനിമയിൽ, മോഡേൺ ഫിലിം മേക്കിങ്ങിൽ ഫിലിം മേക്കേഴ്സ് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് ഡിഫറെൻറ്റ് സ്റ്റൈൽസ് യൂസ് ചെയ്യാൻ തുടങ്ങി, തീംസ്, ക്യാരക്ടേഴ്സ് ഒക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ തുടങ്ങി. ന്യൂ ഏജ് സിനിമ ഗാവ് ഓപ്പർച്യൂണിറ്റീസ് ടു ന്യൂ ഫിലിം മേക്കേഴ്സ് ആൻഡ് എൻകറേജ്ഡ് മീനിങ്ഫുൾ ഫിലിംസ്. ഈ ഒരു ന്യൂ ഏജ് സിനിമ, മോഡേൺ ഫിലിം മേക്കിംഗ്, അത് ഒരുപാട് പുതിയ നിർമ്മാതാക്കൾക്ക് അവസരം നൽകുന്നുണ്ട്, മീനിങ്ഫുൾ ആയിട്ടുള്ള ഫിലിംസിന് എൻകറേജ് ചെയ്യുന്നുണ്ട്. ദെൻ ഡിജിറ്റൽ സിനിമ. ഡിജിറ്റൽ സിനിമ യൂസസ് ഡിജിറ്റൽ ക്യാമറാസ്, കമ്പ്യൂട്ടർ എഡിറ്റിംഗ്, CGI, കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഇമാജറി ആൻഡ് ഡിജിറ്റൽ പ്രൊജക്ടേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ട്രഡീഷണൽ ഫിലിം റീൽസ്. ഡിജിറ്റൽ സിനിമ എന്ന് പറയുന്നത് ഡിജിറ്റൽ ക്യാമറാസ് ഉപയോഗിച്ചുകൊണ്ട് ഉള്ള സിനിമയാണ്. അതുപോലെ കമ്പ്യൂട്ടർ എഡിറ്റിംഗ്, CGI, കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഇമാജറി, ഡിജിറ്റൽ പ്രൊജക്ടേഴ്സ് ഒക്കെ ഒരു ട്രഡീഷണൽ ഫിലിം റീൽസിന് പകരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫിലിം മേക്കിംഗ് ആണ് ഡിജിറ്റൽ സിനിമ എന്ന് പറയുന്നത്. ടുഡേ ഓൾമോസ്റ്റ് ഓൾ ഫിലിംസ് ആർ പ്രൊഡ്യൂസ്ഡ് ഡിജിറ്റലി. ഇന്ന് ഏകദേശം ഫിലിമുകളൊക്കെ ഡിജിറ്റലി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. OTT, ഓവർ ദ ടോപ്പ് പ്ലാറ്റ്ഫോംസ്. OTT platforms deliver movies and TV shows directly through the internet without requiring cable or satellite television. ഇന്ന് നമുക്ക് OTT ഫിലിംസൊക്കെ നമുക്ക് പരിചയമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് മൂവീസ് ആയാലും TV ഷോസ് ആയാലും നമുക്ക് ഇൻ്റർനെറ്റിലൂടെ നമുക്ക് ഡയറക്റ്റായിട്ട് കാണാൻ കഴിയും. അതിന് കേബിളോ സാറ്റലൈറ്റ് ടെലിവിഷനൊന്നും ആവശ്യമില്ല. പോപ്പുലർ OTT പ്ലാറ്റ്ഫോംസ് ഇൻക്ലൂഡ് നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം വീഡിയോ, ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാർ, സോണി ലിവ് ആൻഡ് ZEE5. ഇതൊക്കെയാണ് പോപ്പുലർ OTT പ്ലാറ്റ്ഫോംസ്. പീപ്പിൾ ക്യാൻ വാച്ച് കോണ്ടന്റ് എനി ടൈം യൂസിങ് സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, സ്മാർട്ട് TVs ഓർ ടാബ്ലറ്റ്സ്. ആളുകൾക്ക് ഇപ്പോൾ ന്യൂ മൂവീസ് അല്ലെങ്കിൽ TV ഷോസ് ഒക്കെ ഈസി ആയിട്ട് ഏത് സമയത്ത് വേണമെങ്കിലും എവിടെ ഇരുന്നിട്ടാണെങ്കിലും സ്മാർട്ട് ഫോണോ ലാപ്ടോപ്പോ സ്മാർട്ട് TVയോ ടാബ്ലറ്റോ ഒക്കെ ഉപയോഗിച്ചിട്ട് വാച്ച് ചെയ്യാൻ കഴിയും. ഇതാണ് OTT പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത്. The evolution of cinema shows how films have changed with advances in technology and society. എവല്യൂഷൻ ഓഫ് സിനിമ എന്ന് പറയുന്നത്, സിനിമയുടെ പരിണാമം എന്ന് പറയുന്നത്, അതായത് ടെക്നോളജിയിൽ അതുപോലെ സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ മൂലം സിനിമയുടെ പരിണാമത്തിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. സിനിമ ഒരുപാട് മാറിയിട്ടുണ്ട്.
Cinema began with silent black and white films, moved to sound and color, embraced realistic storytelling through new age cinema, adopt digital technology, and now reaches audiences worldwide through OTT platform. എവല്യൂഷൻ ഓഫ് സിനിമയുടെ പരിണാമം എടുത്ത് നോക്കുകയാണെങ്കിൽ ടെക്നോളജിയുടെ വളർച്ച അല്ലെങ്കിൽ സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ കാരണം സിനിമയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. തുടക്കത്തിൽ ഒരു സൈലൻറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവീസ് ആയിരുന്നു. പിന്നീട് അത് സൗണ്ട്, അതായത് കോമ്പസിഷൻസ് വരാൻ തുടങ്ങി. പിന്നീട് അതിന് കളർ വരാൻ തുടങ്ങി. പിന്നീട് ന്യൂ ഏജ് സിനിമയിലൂടെ, മോഡേൺ ഫിലിം മേക്കിങ്ങിലൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ്, യഥാർത്ഥ സംഭവങ്ങളൊക്കെ കഥ പറയുന്ന രീതിയിൽ വരാൻ തുടങ്ങി. ഡിജിറ്റൽ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ലോകത്ത് ഉടനീളം ആളുകൾക്ക് ഏത് സമയം വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് ആക്സസിബിളായിട്ട് സ്മാർട്ട് ഫോണും ലാപ്ടോപ്പൊക്കെ ഉപയോഗിച്ചുകൊണ്ട് OTT പ്ലാറ്റ്ഫോംസ് ന്യൂ മൂവീസ് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയാണ് ഒരു എവല്യൂഷൻ ഓഫ് സിനിമ എന്ന് പറയുന്നത്. ഓക്കെ.